സർ, മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയും ഫഡ്നാവിസും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയല്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു അന്വേഷണത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദാംശങ്ങൾ നോക്കാം. ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു മുമ്പ് മുഖ്യമന്ത്രി. ആ സമയത്ത് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവിടെ കാർഷികോൽപ്പന്നങ്ങൾ, ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടല്ലോ, MSP, അങ്ങനെ താങ്ങുവില കൊടുത്ത് കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അന്വേഷണത്തിന്. അന്ന് കാർഷികോൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നതിന് അവിടെ വകുപ്പുണ്ട്. മാർക്കറ്റിംഗ് മിനിസ്റ്റർ, വിപണന മന്ത്രി. ആ സമയത്ത് ശിവസേനയുടെ മാർക്കറ്റിംഗ് മിനിസ്റ്റർ ആയിരുന്ന അബ്ദുൾ സത്താറിനെതിരെയാണ് അന്വേഷണം. അബ്ദുൾ സത്താറിനെതിരെയാണ് അന്വേഷണം എന്ന് ഈ കാര്യങ്ങൾ മൊത്തത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സർക്കാർ, അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ അബ്ദുൾ സത്താർ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 2-3 ഏജൻസികളാണല്ലോ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുക. ഇയാളുടെ കാലത്ത് ഈ 47 തട്ടിക്കൂട്ട് ഏജൻസികൾ ഉണ്ടായിരുന്നു എന്ന് ഉത്തരവിൽ. വേറൊരു സംസ്ഥാനത്തും അത്രയും ഏജൻസികളില്ല. കുറച്ച് രാഷ്ട്രീയക്കാർ, വേറെ തൽപര കക്ഷികൾ ഇങ്ങനെയൊക്കെ കടലാസ് സംഘങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ താങ്ങുവിലയ്ക്ക് മിനിമം സപ്പോർട്ട് പ്രൈസിന് വാങ്ങാനായിട്ട്. നബാർഡാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസി. നാഫെഡ് പ്രധാനപ്പെട്ട ഏജൻസി. അതിൻ്റെ കീഴിൽ വേറെ കുറേ ഏജൻസികൾ ഈ ഏജന്റുമാരായിട്ട് വരുമല്ലോ. അങ്ങനെ കുറേ ഏജൻസികളെ അനധികൃതമായിട്ട് നിയോഗിച്ചിട്ട് കാശ് തട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണം വരുന്നത്. അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഷിൻഡെക്കെതിരെ തന്നെ ഉയർന്നു വരുന്നത്. ഷിൻഡെക്കെതിരെ എന്നൊന്നും അന്വേഷണത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമുക്കറിയാവുന്നതുകൊണ്ട് അറിയാമല്ലോ. കാരണം അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞാൽ ഷിൻഡെയുടെ വലങ്കയായിരുന്ന ഒരു മന്ത്രി. ഷിൻഡെ അറിയാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. കഴിഞ്ഞ കുറേ നാളായിട്ട് തന്നെ ഷിൻഡെ അകന്നു നിൽക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ വൈകിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ, മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. ഷിൻഡെ ഫഡ്നാവിസ് വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല. ഷിൻഡെ സ്വതന്ത്രമായി മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഫഡ്നാവിസ് സമാന്തരമായിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനക്കാർ, മറ്റേ ശിവസേന, ഉദ്ധവ് താക്കറെ, അവരുമൊക്കെ ആയിട്ട് സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഷിൻഡെ പോയാലും ഭരണം അവിടെ നിർത്തേണ്ട കാര്യമുണ്ടല്ലോ BJPക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആ ഉത്തരവ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 17-ാം തീയതിയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അന്വേഷണത്തിൻ്റെ. അത് ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് പദ്ധതിയിൽ, MSP പദ്ധതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഈ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള നോഡൽ ഏജൻസികളുടെ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രമക്കേട് അന്വേഷിക്കാനായിട്ട് 6 അംഗ പാനലിനെ നിയമിച്ചതായിട്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അന്വേഷണം നടക്കും. അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ വരും. കണ്ടെത്തലുകൾ അനുസരിച്ച് പ്രോസിക്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോകും. ഈ 6 അംഗ പാനലിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ MD ആണ് കമ്മിറ്റിയുടെ തലവൻ, ഈ പാനലിൻ്റെ തലവൻ. അതിൽ നാഫെഡിൻ്റെ MD ഉണ്ട്. പിന്നെ അതിൽ പൂനെ മാർക്കറ്റിംഗ് ഡയറക്ടർ ഉണ്ട്. ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഓഫ് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡ്, കാർഷിക വിപണന ബോർഡിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ട് പാനലിൽ, പൂനെയിൽ നിന്നുള്ള ആൾ. പിന്നെ മുൻ ജോയിൻറ്റ് ഡയറക്ടർ സഹകരണ വകുപ്പ്, മാർക്കറ്റിംഗ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇങ്ങനെ 6 പേരുള്ള ഒരു പാനലിനെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഷിൻഡെക്കെതിരായ ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസാധാരണമാണത്. അപ്പോൾ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് മിനിസ്റ്റർ അന്ന് അബ്ദുൾ സത്താർ ആയിരുന്നല്ലോ. ഇപ്പോൾ ആ സ്ഥാനത്ത് മന്ത്രിയായിരിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്ന മാർക്കറ്റിംഗ് മിനിസ്റ്റർ ഇപ്പോൾ BJPയുടെ മന്ത്രിയാണ്. BJPയുടെ ജയകുമാർ
റാഫൽ ആണ് മന്ത്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലപ്പോഴും ഈ ഉൽപ്പന്നങ്ങൾ ഈ തട്ടിക്കൂട്ട് സംഘങ്ങൾ ഉണ്ടാക്കിയിരുന്നല്ലോ, അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് പലപ്പോഴും കോഴ ചോദിച്ചിരുന്നു എന്നീ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. കോഴ ചോദിച്ചിരുന്നതായിട്ട് ആരോപണമുണ്ട്. അല്ലെങ്കിൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്നതിൽ നിന്ന് തുക പിടിച്ചിരുന്നതായിട്ടും ആരോപണം. താങ്ങുവിലയിൽ നിന്ന് തുക പിടിക്കുക, കൊടുക്കുമ്പോൾ തുക പിടിക്കുക എന്നുള്ളത്, താങ്ങുവിലയിൽ നിന്ന് പിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്ന് ഈ അന്വേഷണ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ എന്ന് പറഞ്ഞ പദ്ധതിയിലാണ് ഇത് വരുന്നത്. PM ആശ പദ്ധതി എന്നാണ് പറയുക. PM അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ. ആ പദ്ധതിയിൽ പെട്ടിട്ട് 25% ആണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുക. അതിനാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസും കൊടുക്കുക. അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രകാരം, താങ്ങുവില പ്രകാരം കാർഷികോൽപ്പന്നം ഗ്യാരണ്ടി വിലയിൽ വാങ്ങുമ്പോൾ ചില നോഡൽ ഏജൻസികൾ പല കർഷക കമ്പനികളിൽ നിന്നും പണം ചോദിച്ചു. അതാണ് ആരോപണം. പിന്നെ പ്രൊക്യൂർമെന്റ്, ഇത് വാങ്ങുന്ന പരിപാടി വാങ്ങുന്ന പ്രക്രിയ തുടങ്ങാനും പണം ചോദിച്ചതായിട്ടും ആരോപണമുണ്ട്. പിന്നെ ഈ ചില നോഡൽ സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒന്നിലേറെ പേര് ഡയറക്ടർമാരായിട്ട് വന്നിട്ടുണ്ട് എന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഏജൻസി എന്ന് പറയുന്നതിന് ഒരു കുടുംബം ഉണ്ടാക്കിയ ഏജൻസി ആണെന്നാണല്ലോ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഷിൻഡേക്ക് താല്പര്യമുള്ളവര്, ഈ അബ്ദുൾ സത്താറിന് താല്പര്യമുള്ളവര് അല്ലേ, ചില കുടുംബങ്ങളുടെ നോഡൽ ഏജൻസികളൊക്കെ ഉണ്ടാക്കിയിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസിൽ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങിയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നാഫെഡിന് കൂടുതൽ ഏജൻസികളെ വെക്കാനായിട്ട് കത്തും കൊടുത്തിരുന്നു. നാഫെഡ് സാധാരണഗതിയിൽ ഇത് 2-3 ഏജൻസികൾ വഴി നടത്തും. പക്ഷെ കൂടുതൽ ഏജൻസികളെ വെക്കാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂടുതൽ ഏജൻസികളെ വെക്കണം എന്ന് പറഞ്ഞിട്ട് നാഫെഡിന് ഈ അബ്ദുൾ സത്താർ മന്ത്രിയായിരുന്നപ്പോൾ കത്തും കൊടുത്തു. അപ്പോൾ ആ ഏജൻസികളാണ്, ഈ തട്ടിക്കൂട്ട് ഏജൻസി കൂടുതൽ വന്നല്ലോ, ആ ഏജൻസികളാണ് കർഷകരിൽ നിന്ന് ഈ കോഴ ചോദിച്ചത്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സംസ്ഥാനതല ഏജൻസികൾക്ക് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഒരു പരിചയമോ പശ്ചാത്തലമോ ഉണ്ടായിരുന്നില്ല. ശരിക്കും തരികിട ഏജൻസികളാണ്. അതായത് സ്റ്റേറ്റ് ലെവൽ ഏജൻസി SLA എന്ന് പറയുന്ന ഈ ഏജൻസികൾക്ക് ഇതിലൊരു അനുഭവ പരിചയവും ഉണ്ടായിരുന്നില്ല. ആദ്യം 2 സ്റ്റേറ്റ് ലെവൽ ഏജൻസി മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാവികാസ് അഗാഡി മുമ്പത്തെ താക്കറെ ഭരണകാലത്ത് 2 ഏജൻസി ഉണ്ടായിരുന്നുള്ളൂ ഈ ഉൽപ്പന്നം വാങ്ങാനായിട്ട്. പിന്നെ 6 കൂട്ടിച്ചേർത്തു, അങ്ങനെ 8 ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ഷിൻഡെ ഭരണകാലത്ത് 47 വർദ്ധിച്ചത്. തട്ടിക്കൂട്ട് ചില കച്ചവടക്കാരുടെ ഏജൻസികൾ, ചില രാഷ്ട്രീയക്കാരുടെ ഏജൻസികളായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ടോട്ടൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2% ബ്രോക്കറേജ് കിട്ടും ഈ SLAക്ക്. അതിന് പുറമെയാണ് ഈ കോഴ മേടിച്ചിരിക്കുന്നത്. 11 ലക്ഷം ടൺ സോയാബീൻ ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. 2024-25 11 ലക്ഷം ടൺ സോയാബീൻ മാത്രം എന്ന് പറയുമ്പോൾ ഇതിന്റെ വോളിയം എത്രമാത്രം! ഈ 2% ബ്രോക്കറേജ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ എമൗണ്ട് വരും. അപ്പോൾ 2008 കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. മൊത്തം ഉൽപ്പന്നങ്ങളുടെ 25% ആണ് വാങ്ങുന്നത് MSP പ്രകാരം. നാഫെഡാണ് പ്രധാനപ്പെട്ട നോഡൽ ഏജൻസി. പിന്നെ ഒരുപാട് കേസുകൾ വേറെ ഉണ്ട്. ഈ ഷിൻഡെ തുടങ്ങി വെച്ച പലതും ഇപ്പം സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട്, റദ്ദാക്കുന്നുണ്ട്. ജൽനയിൽ 900 കോടിയുടെ ഒരു ഭവന പദ്ധതി ഈ ക്ഷയിച്ച് കിടന്നത് വീണ്ടും പുനർനിർമ്മാണത്തിന് ഷിൻഡെ ഏറ്റെടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതും റദ്ദാക്കിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ. അതായത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ, ഷിൻഡെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങി വെച്ച പല പദ്ധതികളും റദ്ദാക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പം പിടിച്ചതാണ് എന്ന് കണ്ടിട്ട് ഫട്നാവിസ് അത് സോളിഡ് വേസ്റ്റിൻ്റെ ഒരു പരിപാടിയും ഇതുപോലെ റദ്ദാക്കിയിട്ടുണ്ട്.
അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നാഗ്പൂരില് ഉം. ഷിൻഡെ പറഞ്ഞു എന്നെ അത്ര ചെറുതായിട്ടൊന്നും കാണണ്ട ഉം. എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു മുന്നറിയിപ്പോ വെല്ലുവിളിയോ ഒക്കെ ആയിട്ട് വെല്ലുവിളിയായിരിക്കാം. കാണാം. നാസിക്, റായ്ഗഡ് ഉം. ആ ഭാഗത്ത് ഈ ഗൈഡൻസ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ജില്ലകൾക്കും ഉം. 2-3 ജില്ലകൾക്കൊക്കെ മന്ത്രിമാരെ ഉം. ജില്ലകൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉം. നാസിക്, റായ്ഗഡ് ഗൈഡൻസ് മന്ത്രിമാരായിട്ട് ഷിൻഡെയുടെ ഉം. ശിവസേനയിൽ നിന്ന് ആളുകളെ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം അതും ചെയ്തിട്ടില്ല. അതിലും നീരസമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഷിൻഡെയും ഫഡ്നാവിസും തമ്മിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.